ഭംഗിയുള്ള എന്നാൽ നമ്മളെ പേടിപ്പെടുത്തുന്ന തരത്തിൽ തീക്ഷ്ണമായ നീല കണ്ണുകളുള്ള ഒരു ട്രൈബൽ വിഭാഗത്തെ പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങ് ഭൂട്ടൻ ദ്വീപിൻ്റെ തെക്കുഭാഗത്തെ ഒരു കുഞ്ഞൻ ദ്വീപിൽ കഴിഞ്ഞുകൂടുന്ന ഈ ട്രൈബൽ വിഭാഗത്തിൻ്റെ കണ്ണുകൾക്ക് പിന്നിലെ ആ രഹസ്യം നിങ്ങൾക്കറിയാമോ? ഭൂട്ടണീസ് എന്ന ആ ട്രൈബൽ വിഭാഗത്തെ തേടി നീല കണ്ണുകളുള്ള ഒരുപാട് ആളുകൾ വസിക്കുന്ന ഒരു ദ്വീപ് തേടി നമ്മൾ ഇന്ന് യാത്ര പോവുകയാണ്. ഈ യാത്രയിൽ നമ്മൾ തനിച്ചല്ല. വഴിയിൽ വെച്ച് കിട്ടിയ ഉസ്മാനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിന്നെ നമ്മളെ ഇവിടേക്ക് കൊണ്ടുവന്ന പ്രിസ്കയും ഒക്കെയുണ്ട്. ചിയ എന്ന പ്രത്യേകതരം ഭാഷ സംസാരിക്കുന്ന അവരോട് ഇടപഴകണമെങ്കിൽ ഇവിടുത്തെ ലോക്കലായ ആളുകൾ തന്നെ കൂടെ ഉണ്ടാകണം. അപ്പോൾ എങ്ങനെയാ, വരികയല്ലേ നിങ്ങളും എൻ്റെ കൂടെ? ഇത്തരം ആളുകളെ തേടിയുള്ള യാത്രകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ അതൊന്ന് കമൻറ്റിൽ അറിയിക്കണേ. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്തു തന്നെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാനും ശ്രദ്ധിക്കണേ. ഇപ്പോൾ നമ്മളുള്ളത് ഭൂട്ടൻ ദ്വീപിൻ്റെ ബൗബൗ എന്ന പ്രധാന തുറമുഖ പട്ടണത്തിലാണ്. കഴിഞ്ഞ ദിവസം നമ്മളെ ഇവിടെ കൊണ്ടുവന്നാക്കി പ്രിസ്കയും കൂട്ടരും തിരിച്ച് ഇവിടെയുള്ള സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയി. രാവിലെ തന്നെ ഒരു ചായ കുടിക്കാനായി ഞാൻ ഇറങ്ങിയതാണ്. ഇവരെ ഇങ്ങനെ ചായ കുടിക്കുന്നത് കണ്ടപ്പം എനിക്കൊരു ആഗ്രഹം, ചൂട് ചായ കുടിക്കണം എന്നുള്ളത്. തുവാപ്പലേലെ ഞാൻ പഠിച്ച മറ്റേ തുവാപ്പലയിലെ, അതായത് സുഖമാണെന്ന് വോളിയോ എന്ന് പറയുന്ന ഭാഷയിൽ സംസാരിച്ച് നോക്കുമ്പോൾ ഇവർ അവിടുത്തെ ഇവിടെ ആ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരല്ല. ഇവർ വന്നിട്ട് നമ്മുടെ നോർമൽ ഇന്തോനേഷ്യൻ ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്. How are you? Fine, and you? Yeah, I'm good. Impampailele. Malape. 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 Okay. ചിയ ഭാഷയാണ് കേട്ടോ ഇത്. എന്നെ കൊണ്ടുപോകാനായി അങ്ങനെ പ്രിസ്കയും കൂട്ടിയിട്ട് എത്തി. അപ്പം റെഡിയല്ലേ നിങ്ങൾ? ബാ പോയിട്ട് വരാലോ. ഹായ്, ഗുഡ് മോർണിംഗ്. Morning. How was your sleep last night? യെസ്, ഇറ്റ്സ് ഗ്രേറ്റ്. Great. യാ, നല്ലോണം ഉറങ്ങി. ഇന്നലത്തെ യാത്രയുടെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ബാ പോവാം. നമ്മുടെ കഴിഞ്ഞ ദിവസം റൈഡ് ചെയ്ത പെൺപുലികൾ തന്നെയാണ് ഇന്നും വണ്ടി പറപ്പിക്കാൻ പോകുന്നത്. നമ്മൾ ഇപ്പോൾ ഉള്ള നമ്മളുടെ ബൊബോയിൽ നിന്നും അറൗണ്ട് ഒരു 40 മിനിറ്റിന് മേലെ ഓട്ടം ഉണ്ട് കേട്ടോ. ഈ പറയുന്ന ബത്തൗവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തണം. അവിടെ നിന്നും പിന്നീട് നമുക്കുണ്ടല്ലോ ഒരു ബോട്ട് പിടിച്ചിട്ട് വേണം ഈ പറയുന്ന ഐലൻഡിലേക്ക് എത്തിപ്പെടാനേ. ഈ ബൊബൗ ആണ് ഭൂട്ടൻ ഐലൻഡിൻ്റെ പ്രധാനപ്പെട്ട ടൗണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഒരു പോർട്ട് ഉള്ളതാണ് കേട്ടോ. ഈ ഒരു ടൗണിനെ ശരിക്കും ഈ ഒരു ഐലൻഡിൻ്റെ സെൻറ്റർ ഓഫ് എല്ലാ കണക്ടിവിറ്റിയുടെയും ഇതാക്കി മാറ്റുന്നത്. എനിക്ക് ഫ്രണ്ടിലിരുന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഉസ്മാൻ ബ്രദർ വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഞാൻ ഫ്രണ്ടിലിരിക്കുന്നത്. ബൗബൗ ഒരു കോട്ട നഗരമാണ്. അതിൻ്റെ കവാടമാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഈ മതിലുകൾക്കുണ്ടല്ലോ ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. തീരപ്രദേശത്തോട് ചേർന്നുള്ള ടൗണ്. അത് കഴിഞ്ഞാൽ പിന്നെയുണ്ടല്ലോ ഇതുപോലുള്ള ഉൾക്കാടുകളാണ് കേട്ടോ ഈ ദ്വീപ് മുഴുവനുള്ളത്. ചിലയിടങ്ങളിൽ ചെറു ഗ്രാമങ്ങളും അവരുടെ കൃഷിയിടങ്ങളൊക്കെ കാണാം. ഇത് വലിയ തോതിൽ ഈ നാട്ടിലുണ്ടല്ലോ കൊക്കോ കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു തോട്ടത്തിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നേക്കുന്നത്. Pelni yang kita tumpangi dari Makassar ke Bobau. കപ്പൽ പെൽനി. Yes. ഫ്രണ്ട്സ്, അങ്ങ് ദൂരേന്നുണ്ടല്ലോ ഇതാ ആ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബൗബൗവിലേക്ക് വന്ന മക്കാസറിൽ നിന്ന് വന്ന പെൽനിയുടെ കപ്പലില്ലേ, പെൽനി ഷിപ്പാണ് കേട്ടോ. ഫൈനലി വി റീച്ച്ഡ് ബത്തൗഗ. ഇവിടെ നിന്നാണ് നമുക്ക് പോകേണ്ട ഐലൻഡിലേക്കുള്ള ഷിപ്പ് ലഭിക്കുക. ഷിപ്പല്ല കേട്ടോ, ബോട്ട്. ഇവിടെ പിന്നെ എല്ലാത്തിനും കപ്പൽ എന്നാണ് പറയുക. അങ്ങ് ദൂരെയായിട്ട് നമ്മളുടെ കടൽ കാണാവേ. കടൽ കാണുമ്പോൾ ഇപ്പം വല്ലാത്തൊരു ആവേശമാണ്, പണ്ട് മല കാണുമ്പോൾ ആവേശം പോലെ. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടെ ലോക്കൽ ഫെറി ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പം ഷിപ്പ് ഫെറിയിൽ കയറി പോകാൻ വേണ്ടിയിട്ടാണ്. കടറ്റുവ എന്ന് പറയുന്ന ഒരു ദ്വീപാണ് കേട്ടോ നമ്മളുടെ ആ ഒരു ഭാഗത്തായിട്ട് കാണുന്നത്. അത് ഇവിടെ നിന്ന് കുറച്ചും കൂടി അടുത്താണ്. പക്ഷേങ്കിൽ നമുക്ക് ഇപ്പോൾ പോകേണ്ട ചിയാമ്പു ഐലൻഡ് ഇവിടെ നിന്നൊരു അരമണിക്കൂർ നമുക്ക് ബോട്ടിൽ പോകാനുണ്ട് സ്പീഡിൽ. ഇവിടെ നിന്നേ ഇതുപോലുള്ള ബോട്ട് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് റെൻറ്റിനെടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതിന് 50,000 രൂപയാണ് ഒരെണ്ണത്തിനാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. ഒരാൾക്കാണോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ, ചോദിച്ചു നോക്കട്ടെ. ബാ, എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഐലൻഡിൻ്റെ രഹസ്യങ്ങൾ തേടിയിട്ട് നമ്മുടെ സ്വന്തം ബോട്ടിൽ അപ്പുറം കിടക്കാം കേട്ടോ. ആ കാണുന്നതാണ് നമുക്ക് പോകേണ്ട ചിയോംബു എന്ന് പറയുന്ന ഐലൻഡ്. വീണില്ല. ഇത് അവിടെ നിന്നും ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തുണ്ടല്ലോ ശരിക്കും ചെറിയ ബൈക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാരി ചെയ്യാം കേട്ടോ, ആൾക്കാർ മാത്രമല്ലേ. അങ്ങനെയാണ് ശരിക്കും ഒരു ഐലൻഡിലുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരികയും അങ്ങോട്ടേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത്. ഹലോ തുവാപ്പലേലെ
അതൊക്കെ ഞാൻ പറയുന്നതിന് പ്രൊണൗൺസിയേഷനിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഭാഷ വന്നിട്ട് വോളിയോ ആണ്, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ചോദിച്ചത് ശരിക്കും ചിയാച്ചിയയിലെ ഇതാണ്. രാവിലെ മുതലേ ആ കാര്യത്തിലൊരു അബദ്ധം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളെ നേരത്തെ പറഞ്ഞതിലൊരു വ്യത്യാസമുണ്ട്. കടത്തുവ എന്ന് പറയുന്ന ഐലൻഡില്ലേ, ആ ഐലൻഡ് ഇതാ ആ കാണുന്നതാണ് കേട്ടോ, ആ ഒരു പോർഷനിൽ. അത് കഴിഞ്ഞിട്ട് ഇത് തന്നെയാണ് നമ്മളുടെ ശിവാംബു ഐലൻഡ്. അതൊന്ന് കൺഫേം ചെയ്യണമായിരുന്നു, കൺഫേം ചെയ്തു കേട്ടോ. നൈസ്. ആ ഐലൻഡിൻ്റെ പേര് പുളവുലെ, അതായത് സ്നേക്ക് ഐലൻഡ് എന്ന് അറിയപ്പെടുന്ന ഐലൻഡാണ്. പാമ്പ് പോലെ വളഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഐലൻഡിൽ പാമ്പുകൾ നോർമലി വരാറില്ലല്ലോ അല്ലേ. അവിടെ ഉണ്ടല്ലോ ഇന്തോനേഷ്യൻ ആർമിയുടെ ആളുകൾ കണ്ട, അവരിന്നൊരു സേവനവാരം പോലെ എന്തോ ആണ്, അത് വൃത്തിയാക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ കയറിയേക്കുന്ന ബോട്ടിൻ്റെ ഏകദേശം ഒരു രൂപം ഇങ്ങനെയാണ് കേട്ടോ. ഇത് കണ്ടോ, മേലെ ഭാഗം ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അല്ലാതെ അതിൻ്റെ സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഡെക്കിൽ വന്നിട്ട് വണ്ടികൾ വെക്കാനുള്ളത്. ഒരു KSRTC ബസ് തിരിക്കുന്ന ലാഘവത്തോടെ ആ ചേട്ടന്മാർ നമ്മളുടെ ബോട്ടിനെ തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. അത്യാവശ്യം നല്ല ആഴമുള്ള കടൽ ഭാഗമാണ് കേട്ടോ ഇവിടെ ഇതിലെ ഷിപ്പുകളൊക്കെ പോകുന്നതാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചുവന്ന ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പൽച്ചാല് കൂടിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഇവിടുത്തെ വെള്ളത്തിന് വന്നിട്ട് നല്ല നേവി ബ്ലൂ കളറാണ് കേട്ടോ. കോറൽസ് ഇല്ല, കാരണം ആഴം നല്ല കൂടുതലുണ്ട്. പഞ്ചാന എന്ന് പറയുന്ന ഭാഷയാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്ന ആ ഗ്രാമത്തിലുള്ള ആളുകൾ സംസാരിക്കുന്നത്. നോക്കിയ ഭാഷയുടെയൊക്കെ എത്രമാത്രം വ്യത്യസ്തതകളാണ് ഓരോ ചെറിയ ഐലൻഡിലും ഉള്ളതെന്നുള്ളത്. അങ്ങനെ മഴ പെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ തീരത്തോടടുത്ത് കേട്ടോ. അങ്ങോട്ടൊക്കെ അടുക്കുമ്പോഴത്തേക്കും ഫുള്ള് നല്ല ബ്ലൂയിഷ് കളറിലാണ് വാട്ടർ ഉള്ളത്. അതിന് കാരണം ഈ ഒരു ദ്വീപിന് ചുറ്റുമുള്ള പവിഴപ്പുറ്റുകളാണ് കേട്ടോ. ചെറിയ ദ്വീപാണെങ്കിലും ഇതിൻ്റെ തീരപ്രദേശത്തോട് ചേർന്നിട്ടൊക്കെ ആൾതാമസമുണ്ട്. അവരെ കണക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ജങ്കാറുകളുടെ കണക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓടി നമ്മൾ തീരം തൊട്ടു. ഇവിടെയുള്ള ആളുകൾ ലോക്കലി ട്രാൻസ്പോർട്ടേഷന് ആ കണ്ട ഷിപ്പാണ് ഉപയോഗിക്കുന്നത്. അതല്ലാതെ സ്പെഷ്യലായിട്ട് ഇതുപോലുള്ള ബോട്ടുകളും സർവീസ് വിളിച്ചിട്ട് നമുക്ക് വരാൻ പറ്റും. 250 രൂപ, അതാണ് കേട്ടോ ഇന്ത്യൻ രൂപ റേറ്റ് വരുന്നത്. ഇവിടെ എത്തിയതിന് ശേഷം ഇവർ കുറച്ചധികം നേരം ഇവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പം നമ്മൾ അന്വേഷിച്ച് വന്ന ആളുകളുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറമുള്ളൊരു ഗ്രാമത്തിലേക്കാണ്. ആ ഗ്രാമത്തിലേക്ക് പോകാൻ ഇവിടെ വേറെ ടാക്സി സർവീസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇവിടെ വന്ന 2 ആൾക്കാരുടെ വണ്ടി റെൻറ്റിന് എടുത്തിട്ടുണ്ട്. ഇത്ര മണിക്കൂർ എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു വണ്ടിക്ക് 50,000 രൂപ വെച്ചിട്ട് 2 വണ്ടിക്ക് 1 ലക്ഷം രൂപയ്ക്ക് പറഞ്ഞ് സെറ്റാക്കി കേട്ടോ ഇവരെ. അതുകൂടാതെ നമുക്ക് പോകേണ്ട ആ ഗ്രാമമില്ലേ, ആ ഗ്രാമത്തിലേക്കുള്ള എക്സാക്റ്റ് വഴികൾ എങ്ങനെയാണെന്നുള്ളതും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇവർ കൂടെ ഉള്ളതുകൊണ്ടുള്ള ഉപകാരം ഇതൊക്കെയാണ് കേട്ടോ. അപ്പോഴേ ബാ നിങ്ങളെ കൂടെ പോകാമല്ലോ നമുക്ക്. നീലക്കണ്ണുള്ള മനുഷ്യരെ തേടിയിട്ട് അവർ പുറകെ ആ ഒരു വണ്ടിയിലുണ്ട്. ഞങ്ങൾ ട്രാൻസ്ലേറ്റർ ഇട്ടാണ് സംസാരിക്കുന്നത്. അതുകൂടാതെ ഉസ്മാൻ ഭായ് ഉണ്ടല്ലോ, ഇപ്പോൾ കുറേയും കൂടി ഇംഗ്ലീഷ് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയ. ഇപ്പം എന്നോട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, ട്രാൻസ്ലേറ്റർ ഇല്ലാതൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ കൂടെ കയറി കഴിഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങളും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇറങ്ങിയ പാടെ നമ്മളൊരു തുവാപ്പാലേ മാർക്കറ്റ് ഏരിയ ആണ് കേട്ടോ. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ ഒരു ഐലൻഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു പോർട്ടിൻ്റെ ഭാഗമായിരിക്കും. അപ്പോൾ പോർട്ടിനോട് ചേർന്നിട്ട് അത്യാവശ്യം മാർക്കറ്റ് ഏരിയകളുണ്ടാവും. രാവിലെ ആയതുകൊണ്ടാണ് ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ, എല്ലാം തുറന്ന് വരുന്നതേ ഉള്ളൂ. നല്ല വൃത്തിയുള്ള സുന്ദരമായിട്ടുള്ളൊരു ഐലൻഡ് എന്നുള്ളത് ആ ഒരു തുടക്കം ഇംപ്രഷൻ തന്നെ നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ കൂടെ എല്ലായിടത്തേക്കും വരുന്ന മഴയുണ്ടല്ലോ, ഈ ഒരു ഐലൻഡിലേക്കും നമ്മുടെ ഒപ്പം വന്നിട്ടുണ്ട് കേട്ടോ. ഹുജാൻ മരത്തിൻ്റെ തൂണുകളിൽ നിൽക്കുന്ന വീടുകളും അതല്ലാതെയുള്ള കോൺക്രീറ്റ് വീടുകളും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. നമ്മളെ കുറേ അധികം നേരം
അവസാനം ദാ ഇതുപോലത്തെ ആ ഒരു കടലിൻ്റെ ഭാഗത്തേക്ക് കൂടി തന്നെയാണ് പോകേണ്ടത്. ഇത് വന്നിട്ട് നമ്മളുടെ ആ ഒരു ജങ്കാറ് വന്നെടുക്കുന്ന ആ ഒരു പോർട്ടിലെ ആ ഒരു ഭാഗമാണ് കേട്ടോ. ആളും അനക്കമൊന്നും ഇല്ലാതെ ഇവിടുത്തെ പഞ്ചാര മണൽ തീരങ്ങളുണ്ടല്ലോ, ഇത് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ വല്ലാത്ത കൊതി. നമ്മളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചിന്തിച്ച് നോക്കി ഇങ്ങനെയൊരു സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ജനസാഗരമായിരിക്കും അവിടെ. അടുത്ത ഒരു ഗ്രാമമേഖലയിലേക്കാണ് വന്നത്. മരത്തിൻ്റെ തൂണിലുള്ള വീടുകൾ ഈ ഒരു ഗ്രാമത്തിൽ കൂടുതലുണ്ട് കേട്ടോ. എല്ലാ വീടുകളുടെയും മുമ്പാകം ചെടിയൊക്കെ നട്ട് പൂക്കളൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കി ഭംഗിയാക്കി നിർത്തുന്ന കാര്യത്തിൽ ഇവർ മുൻപന്തിയിലാണ്. വീടുകൾക്ക് ഈ ഒരു മരത്തിൻ്റെ മതിൽ അത് നൽകുന്ന ഒരു ഭംഗിയുണ്ടല്ലോ, അത് വേറൊന്നാണ് കേട്ടോ. എത്തിയപ്പോഴത്തേക്ക് വഴി ചെറുതായി, എന്നാലും ഇപ്പോൾ സംശയം തോന്നിയിട്ട് ഇവിടെ ഉണ്ടായിരുന്നൊരു അപ്പൂപ്പനോട് വഴി ചോദിച്ചു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ എന്താ ചെവിക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണെന്ന് കേട്ടോ പറഞ്ഞു തോന്നുന്നു. ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇത് തന്നെയാണ് വഴി എന്നാണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ, നൈസ്. ഒരു വാഴത്തോട്ടത്തിന് ഇടയിലൂടെയുള്ളൊരു വഴിയാണ് കേട്ടോ. കുഞ്ഞു വഴികൾ, ഐലൻഡാണല്ലോ, അപ്പം വഴികളും കുഞ്ഞതാവണം. അപ്പോൾ വണ്ടി വലിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അതാ പാല് കയറുന്ന ആ വണ്ടി വലിക്കുന്നുണ്ട്. യെസ്, വലിക്കും. നമ്മുടെ വണ്ടി അവിടെ നിന്ന് റേസ് ചെയ്തെടുക്കാൻ മറന്നു, അതല്ല ഗിയർ മാറിപ്പോയി. അതുകൊണ്ടാണ് കയറാൻ ഒരു ബുദ്ധിമുട്ട് വന്നത്. നമ്മളവിടെ നിന്ന് പോയത്. ഇല്ലില്ല, അതവിടെ നിന്ന് കേട്ടോ, തെളിയുന്നില്ല. ഈ ഒരു വണ്ടിക്ക് കാരണം കുന്നിനെ അത്യാവശ്യം അത് തള്ളിക്കയറ്റുന്ന നമ്മൾ നമ്മൾ ഇറങ്ങാൻ തന്നെ കയറി കേട്ടാ. കാരണം അത്യാവശ്യം നല്ല കുത്തനെയുള്ള കയറ്റാ. പിന്നെ ആൾക്ക് അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. കഷ്ടപ്പെട്ട് കയറി വരുന്നുണ്ട്. പിള്ളേർക്ക് ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് എല്ലാവരെയും റോഡിൽ കാണാം കേട്ടോ. ഹലോ. ഇവിടെ നമ്മുടെ ഇടതു ഭാഗത്ത് ഈ കാണുന്നത് കപ്പത്തോട്ടാണ് കേട്ടോ. അതിനോട് തൊട്ട് താഴെയായിട്ടതാണ് നിങ്ങൾ കടല്. അതായത് നമ്മൾ വലിയൊരു കുന്നിൻ്റെ മേലേക്ക് കയറിയിട്ടുണ്ട്. കടൽ നല്ല താഴെയാണ് കാണുന്നത്. കൂടാതെ പേരക്കയും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ, ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് പിന്നെ നമ്മുടെ കശുമാവിൻ്റെ ചെടി കേട്ടോ. ഒരു കശുമാവിൻ തോട്ടത്തിലോട്ടാണ് നമ്മൾ നേരെ വന്നു കയറിയത്. ഇവിടുത്തെ ആകാശത്തിനൊക്കെ ഉണ്ടല്ലോ പ്രത്യേകമായിട്ടുള്ളൊരു നീല കളറാണ്. അത് കാണാൻ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഭംഗിയാണ് കേട്ടോ. കശുമാവിൻ തോട്ടങ്ങൾക്ക് വരെ ഇത്രമാത്രം ഭംഗിയുണ്ടെന്നുള്ളത് ഈ ഒരു ദ്വീപിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ റിയലൈസ് ചെയ്ത് തുടങ്ങിയത്. ഇത് സ്കൂളാണ് കേട്ടോ. അതെ, മദ്രസയാണ്. മദ്രസയിൽ വോളിബോൾ കളിക്കുന്നുണ്ട് പിള്ളേർ. പിന്നെ ഈ ഒരു വണ്ടിയുടെ റെൻ്റൽ 50,000 രൂപ ഒരു വണ്ടിക്കെന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു 270-280 രൂപ അത്രയാണ് കേട്ടോ വരുന്നത്. നമ്മുടെ കൂടെയുള്ള പ്രിസ്കയല്ലേ, പ്രിസ്കയുടെ ശരിക്കും നാട്, അതായത് അമ്മയുടെ നാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിമോർ ലെസ്തെ എന്ന് പറയുന്നൊരു രാജ്യമുണ്ട്. അത് ആദ്യമേ ഇന്തോനേഷ്യ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഐലൻഡിലായിരുന്നു കേട്ടോ. പിന്നീട് അവരിങ്ങോട്ടേക്ക് കുടിയേറിയതാണ്. എന്നോട് പിന്നെ പ്രിസ്ക പറഞ്ഞത് അവരുടെ പൂർവികർ വന്നിട്ട് ബംഗാളി സൈഡ് ആ ഒരു ഭാഗത്ത് നിന്നാണെന്നാണ് കേട്ടോ. എനിക്കെല്ലാം നമ്മളുടെ ഇന്ത്യയുമായിട്ട് ചുറ്റിപ്പറ്റി ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇവിടെയും ആളുകളൊക്കെ എത്തിപ്പെട്ടത്. ഉൾഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഇതൊക്കെയാണ് ചെറിയൊരു ഗ്രാമമേഖല എന്ന് പറയുന്നത്. ഇവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനെ തന്നെ, എല്ലാം അത്യാവശ്യം കോൺക്രീറ്റ് വീടുകളാണ് കേട്ടോ ഈ ഒരു ഭാഗത്തുള്ളത്. ഇതുണ്ട്, ഇതെല്ലാം നല്ല കോൺക്രീറ്റ് ബിൽഡിങ്, സിമെൻ്റൊക്കെ തേച്ച് പ്ലാസ്റ്ററൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അടുത്ത ഗ്രാമം നൈസ്. ഇവിടെ എന്തോ ചോദിക്കുന്നുണ്ട്, വഴി തെറ്റിയതാണ്. അത് വഴി ചോദിക്കുന്നതാണ് കേട്ടോ. ഇതുണ്ടോ, ഇവിടുത്തെ ബോർഡുകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്, മരം കൊണ്ടുണ്ടാക്കിയ ബോർഡുകൾ. ഹലോ തുവാപ്പാലേ. അത് വർക്കായി. ആദ്യമായിട്ട് നല്ലൊരു റെസ്പോൺസ് വന്നു. ഇവിടെയൊക്കെ വീട്ടുകാരൊക്കെ ഉണ്ട്. ഇതെന്താ ഒരു ചെറിയൊരു കട പോലെയും വീട് പോലെയൊക്കെയാണ് കേട്ടോ. കുഞ്ഞുമാവേലിരുന്ന് അവിടെ വർത്താനം പറയുന്ന. ഇവിടെ ഒരു സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ കൂടിയിരിപ്പുണ്ട്. എന്തോ മീറ്റിംഗ് പോലത്തെ എന്തോ സംഭവം നടക്കുകയാണെന്ന് തോന്നുന്നു. ഒരു ചെറിയൊരു കുഞ്ഞൊരു ടൗൺ എന്ന് പറയാൻ പറ്റില്ല, ആളുകൾ കൂടുതൽ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലം. അവിടെ ചെറിയൊരു ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു മേഖല, ഒരു ട്രഡീഷണൽ വീട്. തുവാപ്പാലേ. ഓ, കോഴപ്പുറ്റിൻ്റെ ഒരു മല കണ്ടോ നിങ്ങൾ? നമ്മൾ കുറച്ചുകൂടി ഇടതൂർന്ന മലകളുള്ള ഏകദേശം ഒരു ഫോറസ്റ്റ് ഫീലിംഗ് ഒക്കെ തരുന്നൊരു മേഖലയിലോട്ട് വന്നു. ഇവിടെ ഒന്നുമല്ല, കുറേ ഇതുപോലത്തെ എല്ലാം കോറൽസിൻ്റെ തന്നെയാണ് കേട്ടോ. പണ്ട് കാലത്ത് ഇതെല്ലാം കടലിലുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്.
ആ ഒരു കാട് പോലത്തെ ഭാഗം കയറി കുറച്ചിങ്ങെത്തുമ്പോഴത്തേക്കും ഇതുണ്ടെങ്കിൽ കടലിൻ്റെ ആ ഒരു നീലിമ നമുക്ക് കാണാൻ പറ്റും. പെർമണ്ടിയൻ എയർ ടോഗോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ആ ഒരു എയർ ടോഗോ എന്താണെന്നുള്ളത് നോക്കാമെന്ന് പറഞ്ഞു. വണ്ടി സൈഡാക്കി. ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. Can I feed you? ഇതേ ഒരു ബീച്ച് ഏരിയ ആണ് കേട്ടോ. അത് ക്ലിഫൊക്കെ പോലത്തുള്ള ഭാഗം. അപ്പം ഇവിടെ കാഴ്ച അതിഗംഭീരമാണ്. ബാ നിങ്ങളിങ്ങോട്ട്. ഓ ബ്യൂട്ടിഫുൾ. ഇത് നോക്കിയാൽ നിങ്ങൾ, കടൽ നല്ല നീലിമേൽ അങ്ങോട്ട് വെട്ടിത്തിളങ്ങാണ്. അതിൻ്റെ സൈഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ നമ്മളുടെ കോറൽ മലകളില്ലേ, ആ മലേൻ്റെ ഇടിഞ്ഞ് വീണ കല്ലുകൾ ഇങ്ങനെ കിടക്കുന്ന ഭാഗമാണ്. വേണമെങ്കിൽ അവിടെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ലേസി കഞ്ചോലി, നമ്മുടെ കഞ്ചോലിയെ കഞ്ചോളിന്ന് കാജലിനെ കളിയാക്കി വിളിക്കുന്നതാണ് കേട്ടോ ഇവരെ കഞ്ചോളിന്ന്. പുള്ളിക്കാരി മടിയാണ്, ഇത് നടന്നിട്ട് തിരിച്ച് കയറാൻ പാടാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞങ്ങളെന്തായാലും ഇറങ്ങി നോക്കട്ടെ. നൈസായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡിലൊക്കെ ഇവരിങ്ങനെ കെട്ടി സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ആൾക്കാർ കുളിച്ചിട്ടൊക്കെ കയറി വരുന്ന ആൾക്കാരൊക്കെ നമുക്ക് കാണാം. ഇതുണ്ടെങ്കിൽ ഇതായിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് വീണേ. ഇവിടെ മുഴുവനുണ്ടല്ലോ മറ്റേ ഇതാണ് എന്താ പറയുക, നമ്മളുടെ പായൽ. അയ്യോ ജസ്റ്റ് രക്ഷപ്പെട്ട്. കൈ ചെറുതായിട്ടൊന്ന് വേനെടുക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കൈ കുത്തിയാണ് ഞാൻ വീണത്. എന്താ പോന്നെ, ഞാൻ എന്തോ ഭാഗ്യത്തിനെ താഴോട്ട് വീണില്ല. താഴോട്ട് വീണായിരുന്നെങ്കിൽ വിവരം അറിഞ്ഞേനെ കേട്ടോ. പക്ഷേങ്കിൽ ഈ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. ഇത്രയൊക്കെ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതുപോലെ സുന്ദരമായിട്ടുള്ള സമാധാനമായിട്ടുള്ള ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറഞ്ഞ ശാന്തസുന്ദരമായി ഇരിക്കാൻ പറ്റുന്ന ഒരു ഐലൻഡിൽ വരണം. ഇങ്ങനെ ഇവിടെയൊക്കെ ഞാൻ ആഗ്രഹിച്ച അതേപോലത്തെ ഐലൻഡ് കേട്ടോ. ഈ ഒരു തെങ്ങില്ലേ, തെങ്ങിലെ മറ്റേ കിടക്കുന്ന ആ സാധനത്തിനെന്ന് പറയുന്നത് വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ നടുക്ക് കിടക്കുന്നത്. ഈ കറക്റ്റ് ടൈമിൽ വരുമ്പോൾ അതിൻ്റെ പേര് കിട്ടത്തില്ല. എന്നാലും അതൊക്കെ വലിച്ചു കെട്ടി ഒരു ബുക്കൊക്കെ വായിച്ചിട്ട് ഈ കടലിൻ്റെ തിര ചെറുതായിട്ട് ഇങ്ങനെ അടിക്കുന്ന ആ ഒരു സൗണ്ടൊക്കെ കേട്ട് അങ്ങനെ കിടന്നുറങ്ങണ്ടല്ലോ, അങ്ങനെ വായിച്ച് കിടക്കണം, റെസ്റ്റ് എടുക്കണം എന്നൊക്കെ ഉള്ളത് എൻ്റെ വലിയ ആഗ്രഹമാണ്. ശരിക്കും അതിനൊക്കെ പറ്റിയ ഒരു നല്ല സ്പോട്ടാണ് കേട്ടോ ഇത്. നൈസ്. ഇവിടെ ശരിക്കും ഒരു അലക്കൽ കേന്ദ്രം കൂടിയാണ്. കാരണം ഈ നാട്ടിലെ ആൾക്കാരൊക്കെ വന്ന് അലക്കുന്നത് ഇവിടെയാണെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ആളുകൾ അലക്കുന്നതും അതുപോലെ തന്നെ അലക്കി സെറ്റാക്കിയ ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് തിരിച്ച് പോകുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. നൈസ്. അവരവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവരെന്നോട് എവിടെയാണ് വീടെന്ന് ചോദിച്ചു. പിന്നെ വേറെന്തോ ചോദിച്ചാൽ അതെനിക്ക് എന്താണെന്നുള്ളത് മനസ്സിലായില്ല. ഇവിടെ ഉണ്ടല്ലോ കടലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടയല്ല ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. തെന്നി വീഴരുത്. പിന്നെ ഇത് കോറല, തെന്നി വീഴാൻ ചാൻസ് ഇല്ലെന്നാണ്. അതാ ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നീന്തി കളിക്കുക, എന്താ പറയുക, നീന്തി തുടിച്ച് കളിക്കാൻ കേട്ടോ. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ശരിക്കും അരയ്ക്കൊപ്പം മാത്രമേ വെള്ളമുള്ളൂ. ഹലോ. അതുകൊണ്ട് തന്നെ നമ്മൾ മുങ്ങുമൊന്നുമില്ല. പിന്നെ വലിയ തിരയൊന്നുമില്ല. അടിഭാഗമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം. നല്ല രസം. അയ്യോടാ, തോർത്തെടുക്കുമായിരുന്നെങ്കിൽ എനിക്കും നീന്തി ചാടി കുളിച്ച് സെറ്റാകായിരുന്നു കേട്ടോ. അവരെല്ലാം അവിടെ നിന്ന് ചാടി കുളിക്കുന്നുണ്ട്. നൈസ്. നിങ്ങളെ ഒരു കാര്യം ചിന്തിച്ച് നോക്കിയേ, നമ്മളുടെ നാട്ടിലാണ് ഇതുപോലത്തെ ഒരു സ്ഥലമെങ്കിൽ ഇവിടേക്ക് ഇപ്പോൾ എത്രമാത്രം ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടാവേണ്ടല്ലോ, ആള് ബഹളം അങ്ങനെയൊക്കെ. ഇവിടെ ഒന്നുമില്ല. ഈ നാട്ടുകാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമുണ്ട്. പിന്നെ പുറത്തുനിന്ന് വന്ന ഒരു ടൂറിസ്റ്റ് എന്ന് പറയുന്നത് അത് ഞാൻ മാത്രമാണ്. ഇവർ പിന്നെ അല്ലാതെ ഇവിടെ ഉള്ളവർ തന്നെയാണല്ലോ. ഇവരെ അങ്ങനെ ടൂറിസ്റ്റായിട്ടൊന്നും കൂട്ടാൻ പറ്റത്തില്ല. ശരിക്കും ഒരു സ്വിമ്മിങ് പൂള് തന്നെ കേട്ടോ, ഒരു പ്രൈവറ്റ് പൂള്. അത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത്. പിന്നെ ഇവിടെ നിന്നും ഈ ഒരു മരത്തടി ചവിട്ടിയിട്ട് വേണമെങ്കിൽ ഭാഗ്യം പരീക്ഷിച്ച് നമുക്ക് ആ ഒരു കല്ലിൻ്റെ അകത്തോട്ട് കയറാം. ഇല്ലെങ്കിൽ ഈ ഒരു വെള്ളത്തിൽ വീഴാം. കുളിക്കാൻ വരുന്നവർക്ക് തീർച്ചയായിട്ടും ആ ഭാഗ്യമൊക്കെ പരീക്ഷിക്കാം. പിന്നെ ഇവിടെയൊക്കെ ചവിട്ടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. നേരത്തെ ഞാൻ വീണ പോലെ നിങ്ങളും വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അവിടെ നിന്നൊരു കൊച്ചൊക്കെ ഉണ്ടല്ലോ, അതാ ഇവിടെ കുളിക്കാനൊക്കെ ആയിട്ട് അമ്മേൻ്റെ ഒക്കെ കൂടെയാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് അവരൊക്കെ വരുന്നുണ്ട്. എല്ലാവരും അലക്കാനുള്ള തുണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നതാണ്. ഇത് കാണുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ വയത്തൂർ പുഴയുണ്ട്. വയത്തൂർ പുഴയിൽ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അമ്മയും ഞങ്ങളും ചേച്ചിയും അനിയനും പിന്നെ അടുത്തുള്ള വീട്ടിലുള്ള ആൾക്കാരും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ പുഴയിൽ കുളിക്കാനായിട്ട് ഈ തുണിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരും മൊത്തമായിട്ട്. എന്നിട്ട് ഇവരലക്കും, ഞങ്ങൾ പിള്ളേർ വന്നിട്ട് പുഴയിൽ തുള്ളും. അതേ ഒരു പരിപാടി തന്നെ ഇവിടെയും ചെയ്യാം.
ഇവരലക്കും, പക്ഷേ തുള്ളുന്നത് പുഴയെന്നുള്ളത് മാറിയിട്ട് ഈ സുന്ദരമായിട്ടുള്ള നീല കടലാണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് ഇവിടെ നൽകിക്കൊണ്ടിരുന്ന ഒരു ചേട്ടൻ പറഞ്ഞു. അപ്പം അത് കാണാനായിട്ട് പോവുകയാണേ. എന്തോ ഗുഹ പോലത്തെ എന്തോ സാധനമാണെന്ന് തോന്നുന്നു. അതെ കേട്ടോ. ഓക്കെ, താങ്ക് യു. ആടാ ഇവിടെ ഒരു ചെറിയൊരു ഹലോ ഹായ്, ഇവിടെ ഒരു കുഞ്ഞായിരിപ്പുണ്ട്. ഓക്കെ, ഇവിടെ കുടിവെള്ളം എടുക്കുന്ന സ്ഥലം, അതായത് ഇതുണ്ടെങ്കിൽ ഇവരിവിടുന്ന് വെള്ളം എടുക്കുന്നുണ്ട്. അതാണ് കാണുന്നത്. ആ ഒരു കന്നാസിൽ എടുത്തിട്ട് നീരുറവയാണ് കേട്ടോ. ഇതാ ആ ഒരു മലയുടെ ഉള്ളിൽ കൂടി ഒഴുകി കടലിലേക്ക് ചേരുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ കുടിവെള്ളം എടുക്കുന്നത് ഇവിടെ നിന്നാണ്. നമ്മൾ ഇറങ്ങി വരുമ്പോൾ അവിടെ കണ്ട ആൾക്കാരില്ല, അവരൊക്കെ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് പോകുന്ന ആൾക്കാരായിരുന്നു കേട്ടോ. നൈസ്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഇത്രയും ചെറിയ ദ്വീപിൽ കുടിവെള്ളം ഇവർക്ക് പ്രകൃതി തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഗൾഫിലൊക്കെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് പോലെ അങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മേലെ നിന്നുണ്ടല്ലോ നല്ല വെള്ളം, അതുപോലെ തന്നെ ഇവരിവിടെ കളക്ട് ചെയ്ത് ഈ ഒരു ടാങ്കിലാക്കി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്ക് കറണ്ടിൻ്റെ മോട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുവഴി വീടുകളിലേക്കും മോട്ടർ അടിച്ചും വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവിടെ അലക്കട്ടെ, നമുക്ക് ആ ഒരു നീലക്കണ്ണുള്ള ആൾക്കാരെ തപ്പിപ്പം. ടാറ്റാ. ഇവിടെ കഞ്ചൗലി ഇതാ ഒരു ഭാവവ്യത്യാസം ഇല്ലാതെ മടി പിടിച്ച് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ലെറ്റ്സ് ഗോ, കം ഓൺ. കഞ്ചൗലി. ഓരോരുത്തരായിട്ട് കടലിൽ അലക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് വരുന്നുണ്ട് കേട്ടോ. തുണി അലക്കാൻ വേണ്ടിയിട്ട് ഇത്ര സുന്ദരമായിട്ടുള്ളൊരു ബീച്ചുള്ള നാട് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഓ മൈ ഗോഡ്. കുറച്ച് വെള്ളം കുടിക്കാനിരുന്നതാണേ. ഓ, ബാംബു ഫോറസ്റ്റ്. വാഴത്തോപ്പൊക്കെയുള്ള മറ്റൊരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ വന്നത്. ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ടുള്ള ഫ്രണ്ട്ലിയാണ്. നമ്മളെ ഇങ്ങോട്ട് തന്നെ അവർ വന്ന് വിഷ് ചെയ്യും. മൊത്തം വാഴത്തോപ്പുകളാണ് കേട്ടോ. മരത്തിൻ്റെ തൂണിൽ ഉള്ള നമ്മളുണ്ടല്ലോ ആ അന്വേഷിച്ച് വന്ന ഗ്രാമത്തിൻ്റെ ഏകദേശം അടുത്തുള്ള ഗ്രാമമാണിത്. എവിടെയെല്ലാം പിള്ളേർ കളിക്കുന്നുണ്ടോ. പുല്ലൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാം വീടിൻ്റെയും അതിര് വന്നിട്ട് ഇവിടെ മരത്തിൻ്റെ മതിലുകളാണ്. ലോൺ ഏരിയ ഓൾമോസ്റ്റ് വീടുകൾക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ പിള്ളേർക്ക് ഇന്ന് ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്ന് കുട്ടികൾ ഇതാ നടന്ന് കയറി വരുന്നുണ്ട്. നമ്മൾ അന്വേഷിച്ച് വന്ന ഗ്രാമമുണ്ടല്ലോ, അത് വന്നിട്ട് ഇത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടെ നീലക്കണ്ണുള്ള ആൾക്കാർ എവിടെ ഉണ്ടെന്നുള്ളതും കൂടി നമുക്ക് തപ്പി കണ്ടുപിടിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ കഞ്ചോലി പോട്ടെ എൻ്റെ നെഞ്ചത്ത് കയറ്റിയതിന് വേണ്ടി കഷ്ടപ്പെട്ട വലിഞ്ഞു കയറി വരുന്നത്. ഈ കൊച്ചിൻ്റെ കണ്ണ് നീലയല്ല, അത് ഉറപ്പിച്ച്. ആ കൊച്ചുങ്ങളുടെ കണ്ണും എനിക്ക് നോക്കി നിങ്ങൾ കാണുമ്പോൾ തിരിയുന്നുണ്ടോ? ഉണ്ടോ? ഹലോ. അല്ല, ഇവരും നീലമുള്ള കണ്ണുള്ള പിള്ളേരല്ല. ഹായ് ഹായ്, ഹൗ ആർ യു? ഞാൻ വരുന്ന എല്ലാ പിള്ളേരുടെയും കണ്ണിങ്ങനെ നോക്കുകയാണ്, ഒരു നീല കളറുണ്ടോ എന്നുള്ളത് കേട്ടോ. ഞാനേ നീലക്കണ്ണുള്ള പിള്ളേരെ തപ്പാൻ വേണ്ടിയിട്ട് കാഞ്ചോലിൻ്റെ കൂടെ കമോൺ കാഞ്ചോലിൻ്റെ കൂടെ പോകുന്നേ. ഇവിടെ ഇതാ ഇവരുടെ മീറ്റിങ്ങുകളൊക്കെ കൂടുന്ന വലിയ തട്ടുള്ള ആ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം നമുക്കിവിടെ കാണാം. അത് എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട് കേട്ടോ. വേറെ ഒരു സ്ഥലത്ത് വന്ന ഫീല് ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നപ്പോഴത്തേക്കും ഫുള്ള് ചെടികളൊക്കെ വെച്ച് ഇതാ എന്താ റോഡുകളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതുണ്ട് കളർഫുൾ ബോർഡുകളൊക്കെ വെച്ച് മരത്തിൻ്റെ മതിലുകളൊക്കെ വെച്ച് ശരിക്കും വേറൊരു രാജ്യം പോലൊരു ഫീല് വരുന്നു കേട്ടോ. നൈസ്. ഇവിടെയുള്ള ആൾക്കാർ നിങ്ങൾ നോക്കണം കേട്ടോ, ആളുകളുടെ കണ്ണിലോട്ടൊക്കെ നോക്കണേ, അവർക്ക് നീല കണ്ണുണ്ടോ എന്നുള്ളത് കേട്ടോ. ചേച്ചിയൊക്കെ എത്തി നോക്കുന്നുണ്ട്. ആ ചേച്ചിക്ക് കണ്ണ് നീലയായിരുന്നോ? ഇനി പോകാനുള്ളത്
ഇവിടെ മോശം റോഡാണ്. അതുകൂടാതെ അവിടെയും വേറെ കുത്തനെയുള്ളൊരു കോൺക്രീറ്റ് വഴിയാണ്. അപ്പം നമ്മൾ വേറെ എങ്ങോട്ട് തിരിച്ച് പോവുകയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. കഞ്ചോലി കഞ്ചോലി ഇവർക്ക് ഇഷ്ടമാട്ടോ അങ്ങനെ വിളിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനും വിളിക്കുന്നത് കേട്ടാ. ബക്ക ഇവിടെയുള്ളൊരു ചേച്ചീനോട് ചോദിച്ചു. അപ്പോൾ ചേച്ചി എന്തോ ഒരു വഴി അങ്ങോട്ട് പറഞ്ഞു. ഞാൻ ആ ചേച്ചിയുടെ കണ്ണിലാണ് നോക്കുന്നത്, നീലക്കണ്ണുണ്ടോ എന്നുള്ളത്. ഇല്ല, ചേച്ചിയുടെ കറുത്ത കണ്ണ. ഇപ്പോൾ കിട്ടും, എവിടെയാണ് നോക്കാം നമുക്ക്. കണ്ണിനെന്തോ വ്യത്യാസമുണ്ട്. മറ്റൊരു കുന്നിന് മുകളിലോട്ട് കയറി എല്ലായിടത്തും വീടുകളുണ്ട്. ഒരുപാട് വീടുകളുള്ള ഒരു ഗ്രാമമാണിത്. ഇതൊരു അമ്മൂമ്മനെ കണ്ടിട്ടുണ്ട്, ചോദിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ളത് കേട്ടോ. ശരിക്കും ഒരു റിസോർട്ട് പോലെ ഒരുക്കി വെച്ചേക്കുന്ന സുന്ദരമായിട്ടുള്ള ഗ്രാമം കേട്ടോ. നൈസ്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു വീട്. നമ്മൾ ആ ഒരു സാമ്പലയിലൊക്കെ കണ്ടതുപോലുള്ള ആ തൂണിൽ നിൽക്കുന്ന, പക്ഷേങ്കിൽ മരം കൊണ്ടാണ് ഇതിൻ്റെ ഭിത്തി ജനൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആംഗ്യ ഭാഷയാണ് കേട്ടോ. ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ, അല്ല കയറാൻ വേണ്ടി ഇങ്ങനെ, ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ, വലത് ഇടത് ആനേനൊക്കെ തെളിക്കുന്ന പോലെ എന്നെ തെളിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ലെറ്റ്സ് ഗോ കഞ്ചോലി. മക്കാശേ. നമ്മളെ ആൾക്കാരോടൊക്കെ ചോദിക്കുന്നതും പറയുന്നതും എന്താണെന്നറിയാവോ? അത് ഇത് ഈ കണ്ണുകളുള്ള ആളുകളുള്ള വീടുകളുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ വീടുകൾ തപ്പിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ആ വീടുകൾ എവിടെയാണെന്നാണ് കേട്ടോ ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും നമ്മളോട് പല സ്ഥലങ്ങളും പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരു വീട് മിസ്സായി തന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് ആൾക്കാർ മിസ്സാവും. അങ്ങനെ ഒരു സാധനമുണ്ട്. ട്രസ്കേ അതാ വീണ്ടും അങ്ങനെ ഒരാളെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി ചോദിച്ചാൽ ഇപ്പോൾ അവിടെ എവിടെയാണ് വീടെന്ന് പറഞ്ഞിട്ട് ഇതാ കണ്ടുപിടിച്ചേ. ഇവിടെ ഞാൻ നിങ്ങളെ വേറൊരു സാധനം കാണിച്ചു തരാം. ഇതുണ്ടല്ലോ പൂഴി. നമ്മുടെ നാട്ടിലെ പൂഴി പോലെയല്ല, കോറൽസ് പൊടിഞ്ഞുണ്ടായ പൂഴി. ഇതാണ് കേട്ടോ ഇവിടെ വീടൊക്കെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി സിമെൻ്റൊക്കെ മിക്സ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ ചേട്ടനുണ്ടല്ലോ ഇതാ കൂടെ വന്നു. ഇനിയിപ്പോൾ നമ്മളധികം കറക്കണ്ട, എൻ്റെ പുറകെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ട് പുള്ളീനെ നമ്മൾ ഫോളോ ചെയ്യുക കേട്ടോ. പക്ഷെ പുള്ളിക്കാരൻ ജെറ്റ് വിട്ട് പോലെ പോകുന്നത്. ഫോളോയിൽ ഇതായിരുന്നു വീട്, ഇത്ര അടുത്തായിരുന്നു. യെസ്. പക്ഷേ ഈ വീട്ടിലുള്ള ആള് പുറത്ത് എവിടെയോ പോയിട്ടോ ഉള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ആണ് പറയുന്നത്. എന്തോ ഇതുണ്ട്. ഈ വീട്ടിലില്ല, എന്നാലിപ്പോൾ അടുത്ത വീട്ടിൽ പോകാന്ന് പറഞ്ഞു. എനിക്ക് ആ ചേട്ടനെ കണ്ടാലും മതി. എനിക്ക് ആ ചേട്ടനെ കണ്ടൊക്കെ ഇപ്പോൾ നീല പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, വാ ചേട്ടനെ വീണ്ടും ഫോളോ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇപ്പോൾ അന്വേഷിച്ച് നടന്നുണ്ടല്ലോ, എനിക്ക് എൻ്റെ കണ്ണ് വരെ നീലയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, എനിക്കൊരു നീലക്കണ്ണില്ല എന്നുള്ളത്. ഈ നാട് മുഴുവൻ നീലയുള്ള ആളുകളാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷേങ്കിൽ സത്യാവസ്ഥ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഓ, ഇത് കയറുമെന്നറിയില്ല, ചിലപ്പോൾ ഇറങ്ങി തള്ളേണ്ട വരുമോ ദൈവമേ. ഇല്ല, ഓട്ടെ. വലിയൊരു മലയുടെ മേലെ നമ്മൾ കയറി. ഓ, ഈ മല അവസാനിക്കുന്നില്ല, വീണ്ടും മേലോട്ടാണ് കേട്ടോ. ഒരു ഇടവഴിയിലോട്ട് നമ്മൾ കയറിയേ. ഇല്ല, ആ കൊച്ചിന് നീല കണ്ടില്ല. നമ്മൾ ഓരോ സമയത്തും ഓരോരോ ആൾക്കാരിങ്ങനെ സഹായിക്കാനായി വരും. ഇപ്പം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പിൽ പോകുന്ന ആ ഒരു ചേട്ടനാണ് കേട്ടോ. ഇത് വന്നിട്ട് ഇവിടുത്തെ ഒരു സ്കൂളാണ്. ഈ ഒരു സ്കൂളിനോട് ചേർന്നിട്ട് ഇവിടെയാണ് ഒരു വേറെ നീലക്കണ്ണുള്ള ആരുടെ വീടെന്ന് തോന്നുന്നു. ഇവിടെ വേറെ ചെറിയൊരു വീടും കാണുന്നുണ്ട്. നോക്കി ഞങ്ങൾ നല്ല ഒതുങ്ങിയ ചെറിയൊരു വീട്. നൈസ്. അതിൻ്റെ ചുവട്ടിൽ അതിൻ്റെ മുറ്റത്ത് വന്നിട്ട് ചെറിയൊരു തെങ്ങൊക്കെ. ഉള്ളേ പിള്ളേരെന്തൊക്കെയോ പണിയൊക്കെ എടുക്കുന്നുണ്ട്. എന്തോ സാധനങ്ങളൊക്കെ കൊണ്ട് നടക്കുവാണേ. അങ്ങനെ ഒരു ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, റിസ്ക. ഓക്കെ, റിസ്കാണെന്ന പുള്ളിയുടെ പേര്. പുള്ളിയുടെ കണ്ണ് ഈ ഒരു നീല കണ്ണുകളാണ് കേട്ടോ. ഇതുണ്ടോ, ഇതുപോലെ ആണ് ഇവിടെയുള്ള ആളുകളുടെ കണ്ണുകളുണ്ടാവുക. ഒരു ഗ്രാമം മുഴുവൻ നീലക്കണ്ണുള്ള ആൾക്കാരെ തേടി വന്നിട്ട് എനിക്കിപ്പം ഇവിടെ വെച്ച് കിട്ടിയേക്കുന്നത് ഇതാ ഈ ഒരു അപ്പൂപ്പനെയാണ്. ആ 59. ഓക്കെ, 59 വയസ്സാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ, ഇവിടുത്തെ ഈ നീലക്കണ്ണുള്ള മനുഷ്യരെ പറ്റിയുള്ള വീഡിയോകളും അതുപോലെ തന്നെ ബ്ലോഗുകളൊക്കെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ തപ്പിയിട്ടുണ്ട് കിട്ടും. പക്ഷെ അതിലൊക്കെ ഉണ്ടല്ലോ ഒരുപാടധികം എക്സാജറേറ്റ് ചെയ്താണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ഒരു ഗ്രാമം മുഴുവൻ നീലക്കണ്ണുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം ഭൂമിയിൽ അതുപോലുള്ള ഇടം വേറെ ഉണ്ടാവില്ല. ആ ഒരു രീതിയിലൊക്കെ ഇവരുടെ ഈ നീലക്കണ്ണുകൾക്ക് പിന്നിലുണ്ടല്ലോ കാരണം ഒന്ന്, ഇവർക്ക് പണ്ട് പോർച്ചുഗീസുകാരുമായിട്ടൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനിതകപരമായിട്ടുള്ള ഇത് വന്നതാണെന്നും, അതല്ല
ഒരു പ്രത്യേകതരം അസുഖമുണ്ട്. ആ ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് കണ്ണിൻ്റെ കളറ് മാറിയതാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അതിപ്പം എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ള കാര്യത്തിലൊന്നും പൂർണ്ണമായിട്ടുള്ള ഒരു പഠനങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല. Antar ke bau-bau. നമ്മൾ അന്വേഷിച്ച് വന്ന ആ ഒരു ആൾക്കാരിൽ ഒരാളെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച് കേട്ടോ. നമ്മൾ വ്ളോഗുകളിലൊക്കെ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ള, നിങ്ങൾ എത്ര പേർക്ക് ഇത് അറിയാം എന്നുള്ളത് അറിയില്ല. ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു, പിന്നീട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ പറയുന്ന ഒരു ഗ്രാമം മുഴുവനാണെന്നാണ്. പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെ എല്ലാവരും ആ ഒരു രീതിയിലല്ല. ഇന്ത്യ, യെസ് ഇന്ത്യ. ഹലോ, apa kabar? Baik, oke. പിള്ളേരൊക്കെ കണ്ണുകളിലേക്കാണ് ഞാൻ നോക്കുന്നത്. ഹായ് ഹായ് ഹായ്. Halo. Halo, halo. Halo. എന്നാലും ഉണ്ടല്ലോ പല പിള്ളേരുടെ കണ്ണിൻ്റെ കളറിനൊക്കെ വ്യത്യാസങ്ങളുണ്ട്. സ്കൂൾ ഫിനിഷ്, സ്കൂൾ. പിള്ളേരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇവർക്ക് നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ളതാണെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ബോളിവുഡ് സിനിമകൾക്കൊക്കെ ഈ ഒരു നാട്ടിൽ ഉള്ള ഒരു ഇമ്പാക്റ്റ് എത്രത്തോളമാണ് എന്നുള്ളത്. ഹലോ, ഓക്കെ. ഈ കൊച്ചിൻ്റെ കണ്ണിനൊക്കെ ഒരു കളർ വ്യത്യാസമുണ്ട് കേട്ടോ. നൈസ്. nama 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 Rogan. Nama nama Manis. Mulai Ramadan. Mulara. What's your name? Okay. What is your name? Orang India. Ranga India. What is your name? Your name? Nama Nama. Jackie. Okay. എല്ലാവരും ഹലോ ഹായ്. പെൺപിള്ളേരൊക്കെ മാറി മാറി നിൽക്കുകയാണ് നാണത്തോടെയൊക്കെ കേട്ടോ. അവരവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുമ്പോൾ മൈ നെയിം ഈസ് കൂട്ടിയിട്ട് പറ എന്നുള്ളത് കേട്ടോ പിള്ളേരോട്. നൈസ്. ഭാഷ ഇന്ത്യ, ഇന്ത്യ, യെസ്. അവിടെ കൈയൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, ടാറ്റാ ടാറ്റാ. കറക്റ്റ് സ്കൂൾ വിട്ട ടൈമിൽ തന്നെ നമ്മൾ വന്നത് കൊണ്ട് നന്നായി. എന്നാലും നമ്മൾ അന്വേഷിച്ച് വന്ന രീതിയിലുള്ള നീലക്കണ്ണുള്ള ആളുകൾ ഇല്ല കേട്ടോ. മക്കാശേ മക്കാശേ. പിള്ളേരുടെ കൂടെയൊക്കെ നിന്ന് ഡാഡാ. ഓക്കെ, ഡാഡാ എന്നാണ് ഈ ഭാഷയിൽ ഇവിടെ താങ്ക് യു പറയേണ്ടത്. പിള്ളേരോട് ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവരോട് ഭയം പറഞ്ഞ് പോകണം. വേണ്ടല്ലോ ആ കാര്യത്തിൽ വേറൊരു പരിപാടി ചെയ്തേ. അർജിത് സിംഗ്. പിള്ളേരോട് പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ നിന്നുള്ള ആർട്ടിസ്റ്റാണ്, എൻ്റെ പേര് അർജിത് സിംഗ്, നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ താടിയൊക്കെ ഉള്ള ആൾ. പിള്ളേരെ ഇപ്പം നമ്മുടെ നാട്ടിൽ ചൈനയിൽ നിന്നുള്ള ഒരാളെ വന്നിട്ട് കുഞ്ഞു പിള്ളേരോട് ചാക്കി ചാനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കൂലേ? ഫേമസ് മലയാളം അർജിത് സിംഗ് എന്ന് പറഞ്ഞിട്ടാണ് പിള്ളേരെ വിളിച്ചിട്ട് കൂടെ നിർത്തി ഫോട്ടോ എടുത്തത് കേട്ടോ. കൊള്ളാം എന്തായാലും. ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ റിയാലിറ്റി എന്താണെന്നുള്ളത് ഇദ്ദേഹം നമ്മളോട് പറഞ്ഞു തരും. ഓക്കെ. Jadi mata biru yang ada di Siompu, di Buton, Pulau Buton, Buton Island, itu hanya 2 orang saja. Two people. Okay. Father and the kids. Okay. Name is Ariska. Ariska. Two people. Okay. With blue eyes. Blue eyes. Okay. And social media viral? No. Not. No. Very. No. Not. Okay. Okay. അപ്പം അതാണ് ഇവിടെ വന്ന് ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളത് പോലെ ഒരു ഗ്രാമം മുഴുവൻ നീലക്കണ്ണുള്ള ആളുകളൊന്നുമല്ല ഇവിടെയുള്ളത്. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ആ രീതിയിലുള്ള കണ്ണുകളുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഗ്രാമം മുഴുവൻ നീലക്കണ്ണുള്ള ആളുകളെ തപ്പി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാണുന്ന കുഞ്ഞു വീടുണ്ടല്ലോ, ഇത് ഇവരുടെ ഫാം ഹൗസ് ആണ് കേട്ടോ. അപ്പം കൃഷി. ഓക്കെ. ഓ, നമ്മളുടെ സീ കുക്കുംബർ. യെസ്, സീ കുക്കുംബർ. സീ കുക്കുംബർ. അതിനിത് നമ്മുടെ കടൽ വെള്ളരി അല്ലെങ്കിൽ കടലട്ട എന്ന് ശ്രീലങ്കക്കാർ പറയുന്ന സാധനമൊക്കെ ഇവർ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിവരുടെ അങ്ങനെയുള്ള ആ ഒരു കൃഷിയിടത്തിൻ്റെ അവിടെയുള്ള വീടാണ്. ബാക്ക് സൈഡിൽ കൃഷിയാണ് കേട്ടോ. തേങ്ങയൊക്കെ ഉണ്ട്. അതുകൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇത് കണ്ടില്ല നിങ്ങൾ, കപ്പത്തോട്ടങ്ങൾ, വാഴ, കശുമാവ്. ഇനി വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ താഴോട്ടേക്കൊന്ന് ജസ്റ്റ് നോക്കിക്കേ. ഇത് വന്നിട്ട് കോറലാണ്. ഇതുണ്ട് നിങ്ങൾ, കോറൽ, പവിഴപ്പുറ്റ്. ഇവിടെ മീനല്ല, പകരം ഇതാ പേരക്കയും അതുപോലെ തന്നെ നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ടും പിന്നെ ശീമക്കൊന്നയൊക്കെയാണ് കോറലിൽ വളർന്നേക്കുന്നത്. നൈസ്, നല്ല കൃഷിയിടമാണ്. ഇദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള പിള്ളേരെല്ലാം വേറെ സ്ഥലത്തായതുകൊണ്ട് ഇദ്ദേഹമാണ് ഇവിടെ നോക്കി നടക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പവിഴപ്പുറ്റാണെങ്കിലും അതിൻ്റെ മേലെയും പൊന്നു വിളയിക്കാം. അതായത് നമുക്ക് ആഗ്രഹം അല്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കാൻ റെഡിയാണെങ്കിൽ ഏത് പാറയുടെ മേലെയോ ഏത് കടലിലോ നമുക്ക് എന്തും കൃഷി ചെയ്യാന്നുള്ളതിൻ്റെ ഉള്ളൊരു തെളിവാണ്. പവിഴപ്പുറ്റുകളൊക്കെ നോർമലി ഉപ്പ് കണ്ടൻറ്റ് കൂടുതലുള്ളതായിരിക്കണം. അങ്ങനെയുള്ള ആ ഒരു ഉപ്പ് കണ്ടൻറ്റ് ഉള്ളതിൻ്റെ മേലെയാണ് ഇതൊക്കെ ഉണ്ടായേക്കുന്നത്. ഇതവിടെ ഓറഞ്ചൊക്കെ കാണാം കേട്ടോ നമുക്ക്. എന്താ ഓറഞ്ച് പൂത്ത് പഴുത്ത് കിടക്കുന്നുണ്ടെങ്കിൽ കായ്ച്ച് പഴുത്ത് കിടക്കുന്ന കാഴ്ചയൊക്കെ ഉണ്ടോ. അതിൻ്റെ അപ്പുറം കശുമാവ്. കശുമാവിന് എവിടെ വേണമെങ്കിലും വളരാം. ഇവിടെ കശുമാവ് എത്തിയതുണ്ടല്ലോ, വന്നിട്ട് നമ്മളുടെ പോർച്ചുഗീസുകാർ നമ്മളുടെ നാട്ടിൽ കൊണ്ടുവന്ന പോലെ തന്നെ ചെയ്തതാണ്. മഹാത്മാഗാന്ധി, യെസ്. ഞാൻ ഇവിടെ വന്നൊരു ഓർമ്മയ്ക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു 100 രൂപയുടെ നോട്ട് അപ്പൂപ്പന് കൊടുത്തു കേട്ടോ. ഒരു സുവനിയറായിട്ട് കൊടുത്തതാണ് നമ്മുടെ ഗാന്ധിജി വിത്ത് നമ്മുടെ അപ്പൂപ്പൻ. ഓക്കെ, ഈ ഗ്രാമത്തിൽ നിന്നും തിരിച്ചറിഞ്ഞ ആ ഒരു സത്യവുമായി നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? സോഷ്യൽ മീഡിയകളിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ഒന്നും സത്യമല്ല. എക്സാജറേറ്റ് ചെയ്ത് പല ആളുകളും പല കഥകളും പറയും. അതൊക്കെ കേട്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഈ സ്നേഹമുള്ള പിള്ളേർ ഹലോ 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 ഇവരെവിടെ കിട്ടും? അതൊക്കെ തപ്പി നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അതൊന്നും കറക്റ്റായിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വരുന്ന പല കഥകളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനും സോഷ്യൽ മീഡിയയിൽ തന്നെ ഉള്ള ഒരാളാണ്. പക്ഷേങ്കിൽ എല്ലാവരും വിളിച്ച് പറയുന്ന കള്ളത്തരങ്ങൾ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യമില്ല. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.